നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അഗ്നിക്കിരയാക്കി മണിക്കൂറുകൾക്ക് ശേഷം തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്മാരകത്തിനുള്ള സ്ഥലത്തിന്റെ പേരിൽ കോൺഗ്രസും സർക്കാരും പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ കോൺഗ്രസ് നാണം കെട്ടു എന്നല്ലാതെ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, BJP വക്താവ് സംബിത് പാത്ര MPയുടെ കയ്യിൽ നിന്ന് വയറു നിറയെ വാങ്ങിക്കൂട്ടുകയും ചെയ്തു രാഹുൽ ഗാന്ധി. നിഗംബോധ് ഘട്ട് ശ്മശാനത്തിൽ സംസ്കാരം നടത്തി സിംഗിനെ സർക്കാർ അപമാനിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരി വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി വദ്രയും കോൺഗ്രസ് ആക്രമണത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് പാർട്ടി ദീർഘകാലമായി ഉയർത്തിപ്പിടിച്ച വിഭജന രാഷ്ട്രീയത്തിന്റെ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. മൻമോഹൻ സിംഗിന് പ്രത്യേക സംസ്കാരം വേണമെന്നും അതിനായി വേറെ സ്ഥലം അനുവദിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടത് തന്നെ വിവാദം ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഉറപ്പായിരുന്നു. വിവാദമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, സിഖ് കാർഡ് ഇറക്കി കളിക്കാനുള്ള കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ വ്യഗ്രത സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ നീരസമുണ്ടാക്കി. ഒരു സമുദായത്തെ മറ്റൊന്നിനെതിരെ നിർത്തുകയും വോട്ട് ബാങ്കുകൾ വളർത്തുകയും ചെയ്യുന്ന പാർട്ടിയുടെ പഴക്കമുള്ള പാരമ്പര്യത്തെക്കുറിച്ച് സംസാരത്തിനും ഇടവരുത്തി. കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ ഇതിനെതിരെ തിരിച്ചടിച്ചു. സിംഗിന്റെ സ്മാരകത്തിനായി സർക്കാർ സ്ഥലം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചിട്ടും കോൺഗ്രസ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. കേന്ദ്ര സർക്കാർ അനുഭാവ തീരുമാനമെടുത്തതോടെ മൻമോഹൻ സിംഗിന് കേന്ദ്ര സർക്കാർ നൽകിയ ആദരവും ഏറെ ശ്രദ്ധമായി. 2004 ഡിസംബറിൽ PV നരസിംഹറാവുവിന്റെ ഭൗതികദേഹത്തോട് കോൺഗ്രസും സോണിയാഗാന്ധിയും കാണിച്ച അവഗണനയും ക്രൂരതയും ഒരിക്കൽ കൂടി ചർച്ചയുമായി. ഡൽഹിയിൽ സംസ്കാരം പോലും നടത്താൻ അനുവദിക്കാതെ തന്റെ അച്ഛനെ മരണശേഷം കോൺഗ്രസ് അപമാനിച്ചെന്ന് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മകൻ NV സുഭാഷ് പറഞ്ഞു. കോൺഗ്രസിലെ രാജവംശത്തിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അവർ തരംതാണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നരസിംഹറാവുവിന്റെ മകൻ പരിഹസിച്ചു. മുൻ കോൺഗ്രസ് നേതാവും ഇന്ത്യൻ രാഷ്ട്രപതിയുമായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ തന്റെ അച്ഛൻ പ്രണബ് കുമാർ മുഖർജി മരിച്ചപ്പോൾ അനുശോചിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നില്ലെന്ന് മകൾ ശർമിഷ്ഠ മുഖർജി പറഞ്ഞു. രണ്ട് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് രണ്ട് തരം പരിഗണന നൽകിയതിനെയാണ് മകൾ ശർമിഷ്ഠ മുഖർജി ചോദ്യം ചെയ്തത്. സമൂഹ മാധ്യമമായ എക്സിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശർമിഷ്ഠ പോസ്റ്റ് പങ്കുവച്ചു. രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ ഇത്തരം അനുശോചനം നിർബന്ധമല്ലെന്നാണ് അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നതെന്നും ശർമിഷ്ഠ കുറ്റപ്പെടുത്തുന്നു. അതേസമയം കോൺഗ്രസ് നേതാവ് KR നാരായൺ രാഷ്ട്രപതിയായിരിക്കെ മരിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തിയതായി തന്റെ അച്ഛൻ പ്രണബ് കുമാർ മുഖർജിയുടെ ഡയറി കുറിപ്പിൽ ഉണ്ടെന്നും ശർമിഷ്ഠ മുഖർജി വാദിക്കുന്നു. നാണം കെട്ടതും ദൗർഭാഗ്യകരവുമായ പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് BJP വക്താവ് സംബിത് പാത്ര MP ആരോപിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബഹുമാനാർത്ഥം പ്രത്യേക സ്മാരകം നിർമ്മിക്കുമെന്ന കാര്യം സിംഗിന്റെ മരണം സംഭവിച്ച ഉടൻ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് കുടുംബാംഗങ്ങൾക്കും കോൺഗ്രസിനും കത്ത് നൽകിയതാണ്. എന്നാൽ അത് മറച്ചുപിടിച്ച് രാജ്യത്ത് തരംതാണ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിന് നന്ദിയുണ്ട്. മരണത്തെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് BJP. സംസ്കാര ചടങ്ങുകളെപ്പറ്റി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന നാണം കെട്ടതാണ്. സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതിന് നടപടിക്രമങ്ങൾക്കായി സമയം വേണ്ടിവരുമെന്നും സംസ്കാരം അതുവരെ വൈകിപ്പിക്കാനാവില്ല എന്നതും പ്രധാനമാണെന്നും സംബിത് പാത്ര പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.